ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മുടെ ചാനലിൽ തന്നെ കീം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ, ഇതിന്റെ വേറൊരു പതിപ്പ് നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഈ കീം റിസൾട്ട് ഒക്കെ വരുന്നതിന് ഒരു മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തപ്പിയെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏറ്റവും മികച്ച കോളേജുകൾ ഏതൊക്കെയാണ് എന്ന ഒരുപാട് കമന്റുകൾ നമ്മുടെ ലൈവിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരികയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു 10 കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റ് ഒന്നുമല്ല. KRFന്റെ റാങ്കിംഗ് പ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച കോളേജുകളായി ലിസ്റ്റ് ചെയ്യപ്പെട്ട 10 കോളേജുകളാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് കോളേജുകൾ മാത്രമല്ല, സെൽഫ് ഫിനാൻസിങ്ങും അതുപോലെ തന്നെ ചില മറ്റ് കോളേജുകൾ ഉൾപ്പെടെ എടുത്തിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകൾ മാത്രം, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രം അങ്ങനെ വേണമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഇത്തരത്തിൽ ഡേറ്റ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രമിക്കാം. കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. നേരെ ഏറ്റവും മികച്ച കോളേജ്, അതായത് റാങ്കിങ്ങിൽ ഒന്നാം നിൽക്കുന്ന കോളേജിൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവിടുത്തെ ഒരു അലുമിനി കൂടിയാണ്. 2019 ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. നിങ്ങൾക്കറിയാം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. സോ കേരളത്തിൽ തന്നെ നമ്പർ 1 കോളേജ്, സ്റ്റിൽ ഏറ്റവും ആദ്യം സ്ഥാപിച്ച കോളേജ് 1939. ഇന്നലെ എക്സാക്ട്ലി പറഞ്ഞാൽ ജൂലൈ 4-ാം തീയതി 86 വയസ്സ് തികയാണ് നമ്മുടെ CETക്ക്, നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്. അത് തന്നെയാണ് റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലായാലും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ക്യാമ്പസ് ആയിക്കോട്ടെ, എല്ലാവിധ സൗകര്യങ്ങൾ, ലാബ് ഫെസിലിറ്റി, ഫാക്കൽറ്റി, സോ ഇറ്റ്സ് ഓൾവേസ് നമ്പർ 1. രണ്ടാമത്തെ ഇതിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് കോളേജ് ഓഫ് തൃശ്ശൂരാണ്, GEC തൃശ്ശൂരാണ്. ഒരുപാട് ഡിമാൻഡുള്ള ഒരു കോളേജാണ്. നമുക്കറിയാം, സാധാരണ നമ്മുടെ CET കഴിഞ്ഞാൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന, റാങ്ക് അനുസരിച്ച് പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ് കൂടിയാണ്. 3-ാം സ്ഥാനത്ത് TKM ആണ്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലമാണ്. അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിയാം. അവിടുത്തെ അലുമിനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. മോറോവർ അവിടുത്തെ പ്ലേസ്മെന്റ്സും ഇറ്റ്സ് പ്യൂർലി സൂപ്പർ പെർഫോമൻസ് ആണ് കഴിഞ്ഞ വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ. അടുത്ത സ്ഥാനം, അതായത് 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജ് തന്നെയാണ്. സോ മോറോർലെസ് ആ ഒരു സെൽഫ് ഫിനാൻസിങ് കാറ്റഗറിയിൽ ഓൾവേസ് നമ്പർ 1 നിൽക്കുന്ന കോളേജുകളിൽ ഓട്ടോണോമസ് ആയിട്ടുള്ള കോളേജാണ്. മറ്റൊന്നല്ല, രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. സോ ഇൻ കേസ് ഇങ്ങനെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ പോലും ഇത്തരത്തിൽ അവിടെ പഠിക്കുന്നവരും അതുപോലെ നിങ്ങൾ ആ കോളേജുകളെ കുറിച്ച് കുറച്ചുകൂടി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ലിസ്റ്റിൽ വരുന്നത് മാർ അസ്തനീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലാണ്. MA കോളേജ് മികച്ച കോളേജാണ്. അവിടുത്തെ ടെക് ഫെസ്റ്റിലെല്ലാം ഞാൻ പോയി പങ്കെടുത്തിട്ടുള്ളതാണ്. സോ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോളേജാണ്. അടുത്തതെന്ന് പറയുന്നത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. ഞാൻ പറഞ്ഞു, ചില ബ്രാഞ്ചുകൾ ചില കോളേജുകളിൽ ഭയങ്കര ഫേമസ് ആയിരിക്കും. അത്തരത്തിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് NSS കോളേജിലെ ചില ബ്രാഞ്ചുകൾ ഇറ്റ്സ് വണ്ടർഫുൾ, പ്രത്യേകിച്ച് പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ ആ ഒരു ഫീഡ്ബാക്കിലാണെങ്കിലും. അടുത്തത് വരുന്നത് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. മറ്റൊരു ഓട്ടോണോമസ് കോളേജാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ല് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ CET കഴിഞ്ഞാൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ബാട്ടൺ ഹിൽ കോളേജ്. അതിനുശേഷം ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, SCT എന്ന് പറയും, അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് കൂടാതെ വരുന്ന ഇതിലെ പ്രധാനപ്പെട്ട കോളേജ് എന്ന് പറയുന്നത് കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതിനുശേഷം ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലിസ്റ്റ് കറക്റ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എക്സാക്ട്ലി ഞങ്ങൾ തരും. കുറച്ച് ഇൻപുട്സ് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കും എന്നാണ് വിശ്വാസം. സോ താഴോട്ട് വരുമ്പോൾ ഒരുപാട് കോളേജുകളുണ്ട്. മുത്തൂറ്റ് നമ്മുടെ സെൽഫ് ഫിനാൻസിങ്ങിൽ നിന്ന് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഈ നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് ബെസ്റ്റ് കോളേജാണ്. കുറ്റിപ്പുറം MES കോളേജ് ഉണ്ട്. സോ ലോട്ട് ഓഫ് കോളേജസ് ആർ ദയർ. സോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി, കോളേജ് വൈസ് ഒന്ന് അനലൈസ് ചെയ്യാമോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് പർട്ടിക്കുലറായിട്ട് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഇൻബോക്സോ അല്ലെങ്കിൽ കമന്റോ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക, പ്രത്യേകിച്ച് കീം വിദ്യാർത്ഥികൾ. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. ടാറ്റ.